ഹായ് ഗൈസ്, ഞാൻ സാരിയൊക്കെ ഏകദേശം ഡ്രേപ്പാക്കി. അനുവാണ് ഹെൽപ്പ് ചെയ്ത്. അനു നല്ലതായിട്ട് സാരി ഡ്രേപ്പ് ചെയ്യും. ഞാനിപ്പം അനുവിൻ്റെ വീട്ടിലാണ് ഞാൻ എല്ലാം സ്റ്റേയൊക്കെ ചെയ്തത്. രാവിലെ എണീച്ച് ഐ വോക്ക് അപ്പ് ബൈ ക്രേവിങ് ഫോർ എ പ്രോപ്പർ സദ്യ. എണീച്ചപ്പോൾ തന്നെ ഒരു സദ്യ കഴിക്കാൻ കൊതിയായിട്ടാണ് എണീച്ചത്. പിന്നെ എനിക്ക് ആ സാരി കൊടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും എണീച്ചു. അപ്പം നമുക്കൊന്ന് റെഡിയൊക്കെ ആയിട്ട് കാണാം. പിന്നെ മോറോവർ ദാറ്റ് എൻ്റെ ലാസ്റ്റ് കോളേജിൽ നിന്ന് ഇറങ്ങും മുന്നേ ഉള്ള ലാസ്റ്റ് ഓണമാണ്. മൂന്ന് പേരുടെ ലാസ്റ്റ് ഓണമാണ്. അപ്പം ഒരു മെമ്മറബിൾ ഡേ പോലെ എടുക്കാൻ വെച്ച്. ഇപ്പം ടൈം വന്നിട്ട് 8:36 ആയി. അപ്പം ലെറ്റ്സ് സീ. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പിന്നെ സാമ്പാറുമാണ്. ഗൈസ്, ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ കോളേജിലോട്ട് പോവാണ്. അന്നുമാണ് ഡ്രൈവ് ചെയ്ത്. മെഹന്തി എന്താണ്? സോ കോളേജ് എത്തിയിട്ട് കോളേജിൽ പോയിട്ട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കില്ല, കാരണം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കാണത്തില്ല. സോ ഇങ്ങനെയാണ് ഞാൻ ഒരുങ്ങിയത്. ഞങ്ങളിപ്പം ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ എത്ര പേരേ ഉള്ളൂ. ഞാനും അർച്ചനയും അതിഥിയും ക്ലാസ്സിൽ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സാരിയൊക്കെ ഉടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സാധനം. ആരെങ്കിലുമൊക്കെ സാരി ഉടുത്തിരിക്കുന്നുള്ളേക്കും മോസ്റ്റ് കംഫർട്ടബിൾ ഡ്രസ്സാണ്. പക്ഷേ ഉടുത്തവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷെ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇറ്റ്സ് നോട്ട് കംഫർട്ടബിൾ. ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഊരിപ്പോ അങ്ങനത്തെ ഒരു ഫീലാണ്. സാരി 1 പ്ലീറ്റ് ആയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം 1 പ്ലീറ്റ് കൈ കഴിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചു. സോ നിങ്ങളുടെ കോളേജിൽ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞോ? ക്ലാസ് റൂം ഇത് ഇവിടെ ഒരു ക്ലാസ് റൂമുണ്ട്, പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഇത് ഇവിടുത്തെ ക്ലാസ് റൂമാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ പിള്ളേരുണ്ടല്ലോ, ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാവരും കൂടെ പൈസ എല്ലാം കളക്റ്റ് ആക്കിയിട്ട് സദ്യ ഉണ്ട്. എല്ലാവരുമായിട്ട് സദ്യ കഴിക്കാം. അപ്പോൾ ഞാൻ സദ്യ ഞാൻ സത്യം പിന്നെ സദ്യയൊക്കെ ക്രേവിങ് ചെയ്തുകൊണ്ടാണ് എണീച്ചത്. സദ്യ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഭയങ്കര ഒബ്സസ്ഡാണ് എൻ്റെ ഈ മെഹന്തി. ഞാൻ അങ്ങനെ ഇടാറില്ല. ഞാൻ മെഹന്തി നെയിൽസിൽ പോളിഷ് ഒന്നും ഇടില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടപ്പം എന്താ ഒബ്സസ്ഡ്. ഞങ്ങളിപ്പം സദ്യ കഴിക്കാൻ വേണ്ടി വന്നു. കണ്ടോ, എല്ലാം ഇട്ടില്ല. ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാമേ. കോളേജിൽ നിന്ന് ഇറങ്ങി. സോ ഓണം സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അനുവിൻ്റെ വീട്ടിലെത്തി. ഇനി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചിറ്റയുടെ വീട്ടിൽ പോകണം. സോ ഹായ് ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി ഞാനിപ്പോൾ തിരിച്ച് ചിറ്റയുടെ വീട്ടിലോട്ട് പോവാണേ. ഞാനൊരു 5 ഡേയ്സായിട്ട് ചിറ്റയുടെ വീട്ടിലായിരുന്നു. ഇപ്പം ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് ചിറ്റയുടെ വീട്ടിൽ നിന്ന് കോളേജിൽ പോകാനാണ് കുറച്ചുകൂടെ എളുപ്പം. അങ്ങനെ ഞാൻ ഇന്നലെ നൈറ്റ്
അനുവിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. ഇപ്പം പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വെയിലാണ്. ഓക്കെ, ഇതായിരുന്നു അപ്പോൾ എൻ്റെ കോളേജിലെ ഓണം സെലിബ്രേഷൻ. ആക്ച്വലി കോളേജിൽ ഇനി ആഫ്റ്റർനൂൺ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബാൻഡ് ആ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ സദ്യയൊക്കെ കഴിച്ച് പേഴ്സണലി എനിക്ക് ക്രൗഡിൻ്റെ കൂടെ നിൽക്കാൻ അങ്ങനെ ഒരു ചൂട് ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതാണ് ഒരു കാര്യം ഞാനവിടെ സ്റ്റേ ചെയ്യാത്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സദ്യയൊക്കെ കഴിച്ച് ഒരു ഉറക്കമല്ലേ ഇനി അവിടെ കയറി ചൂടത്തൊക്കെ നിൽക്കാനൊരു മൂഡില്ല. അതുകൊണ്ടാണ് ഞാനവിടെ നിൽക്കാത്തത്. ഇന്ന് നുനുവിനും ഓണം സെലിബ്രേഷനാണ്. എനിക്ക് തോന്നുന്നു അവൾ ഉച്ചയ്ക്ക് വന്നെങ്കിൽ അവളെ കാണാൻ പറ്റും. അവൾ ഡ്രസ്സ് ചെയ്തിട്ടേന്ന് കാണാൻ പറ്റത്തില്ല. ഞാൻ എത്തിയിട്ടാണ് വരുവാണെങ്കിൽ അവൾ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. അവളും അവളുടെ അവളിപ്പോൾ 10th അപ്പോൾ അവളും അവളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്താക്കി ഡിസ്കസ് ചെയ്ത് അവർ സെലക്ട് ചെയ്ത ഡ്രസ്സാണ്. ടോപ്പും പിന്നെ സ്കേർട്ട് ഡിഫറെൻറ്റാണ്, പക്ഷേ ടോപ്പൊക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവളെ ഞാൻ കണ്ടില്ല, കാരണം അനുവിടെ വീട്ടിൽ ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെയല്ലേ പോയത്. അപ്പോഴത്തേക്കും അവൾ ഒരുങ്ങിയത് ഞാനും കണ്ടിട്ടില്ല, ഞാൻ ഒരുങ്ങിയത് അവളും കണ്ടിട്ടില്ല. നുനു ഈസ് ദെയർ ആഫ്റ്റർ ഹർ ഓണം സെലിബ്രേഷൻ. ഹായ്, സദ്യ കിട്ടി. വയറനക്കാൻ വയ്യ. കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഞ്ചി കറി എങ്ങനെ ഉണ്ടായിരുന്നു? നുനു 1 kg ഇഞ്ചി സ്കൂളിൽ കൊടുത്തിട്ട് അങ്ങനെ ഇഞ്ചിക്കറിയൊക്കെ. യെസ്. ഹലോ ഗൈസ്. ഹായ് ഹായ്. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നുനു എന്റെ കൈ ഉണ്ടാ? ഇന്നലത്തെ നൈറ്റ് ഇട്ടതാണ്. കൊള്ളാമോ? എല്ലാ ഫോട്ടോസും കാണിച്ചു തരാം. കമോ ഗെറ്റ് ഇൻസൈഡ്. സോ നുനു എങ്ങനെ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ? നല്ലതായിരുന്നു. 10th കേട്ടു. സോ ഇത് എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ വ്ളോഗ്. മഞ്ജിനും നുനുവിൻ്റെയും ഡ്രസ്സ് ഒരേ ഷെയ്ഡുണ്ട്. ബൈ. ഇനി ഓണം ഫുള്ള് ഒരുപാട് വ്ളോഗ്സ് ആയിരിക്കും. കഴിഞ്ഞ 2 വ്ളോഗായിട്ട് തന്നെ പറഞ്ഞോണ്ട് ഓണം നമുക്ക് സെറ്റാക്കാം അല്ലേ. ഇന്ന് തൊട്ട് എല്ലാവർക്കും വെക്കേഷനാണ്. എനിക്ക് വെക്കേഷൻ അതിന് 10 days. നുനു എല്ലാവർക്കും വെക്കേഷനാണ്. സോ പാറൂന് എന്നാ തരുന്നത്? 14 നാളെയാണ് ചേച്ചിയുടെ പ്രോഗ്രാം. അവളുടെ പ്രോഗ്രാം നാളെയാണ്. അപ്പം സോ ബൈ പറഞ്ഞിട്ട് പോകൂ.